ബൈത്തുൽ ഖുർആൻ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ 2 വീടുകളാണ് ഖുർആനുമായിട്ട്, പ്രത്യേകിച്ച് തജ്വീദ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ടത്. ഇവിടെ ഉസ്താദ് പരാമർശിച്ച ഉസ്താദിന്റെ ഉസ്താദായ അബ്ദുൾ റസാഖ് ഉസ്താദ് കാര്യം ഏകദേശം 40 ചില്ലുവാനും വർഷമായിട്ട് വളരെ അവശ നിലയിലാണ്, എന്ന് പറയാൻ രോഗം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന നിലയിലും ആ കിടക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെയും ഇന്നലെ രാത്രിയും ഞാൻ കണ്ടു സബഅത്തുൽ ഖുർആൻ 7 രീതിയിലുള്ള ഖിറാഅത്തിന്റെ പാരായണത്തിന് അതായത് വിദൂരങ്ങളിൽ നിന്ന് തന്നെയും ഉസ്താദന്മാർ വന്ന് ഏകദേശം 11 മണി കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഇന്നലെയും. അപ്പൊ അങ്ങനെ ഈ ഖുർആന് വേണ്ടി ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഇതിന്റെ ഹാദിമീങ്ങളാവാൻ വേണ്ടി, അതായത് കേരളം മുഴുവനും ലോകം മുഴുവനും ഇത് പരത്താൻ വേണ്ടി നമ്മളൊക്കെ ഇതിനകത്ത് പങ്കാളികളാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഉസ്താദേ. അപ്പൊ നമ്മൾക്ക് ഈ കുട്ടികളെ, ഈ പരിപാടി നമ്മളിവിടെ തുടങ്ങിയത്, ഈ തുടങ്ങിയതിൽ ഇത് എങ്ങനെയുള്ളവരാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്? സാധാരണ കുട്ടികളാണോ, മുതിർന്നവരാണോ, സ്ത്രീകളാണോ, പുരുഷന്മാരാണോ, എങ്ങനെയാണ് ഇത്? കുട്ടികൾ ഇവിടെ പഠിക്കാറില്ല. കുട്ടികളൊക്കെ മദ്രസയിൽ നിന്ന് പഠിക്കണം. ഇവിടെ വരുന്നത് മുതിർന്നവരാണ്, മദ്രസ അധ്യാപകര്, ബാപ്പന്മാര്, വല്യുപ്പന്മാര്, അതുപോലെ വിവാഹം കഴിഞ്ഞവര്, ഉമ്മമാര്, വല്യുമ്മമാര് പോലുള്ളവരാണ് ഇവിടേക്ക് വരുന്നത്. കാരണം ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് മദ്രസയിൽ പോയി പഠിപ്പിക്കേണ്ട ഒരു ചാൻസ് മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ ഏതാണ്ട് ഒരു 10-13 വർഷക്കാലം ഹിഫ്ളാണ് ക്ലാസ് എടുത്തിരുന്നത്. ഞാനൊരു ചെറിയൊരു ഹാഫിളും കൂടിയാണ്. അപ്പോൾ ഹിഫ്ള് ക്ലാസ് എടുത്തു. അങ്ങനെ ഈ ഫീൽഡിലേക്ക് തന്നെ ഇങ്ങോട്ട് മാറി. അപ്പം പിന്നെ കുറേ ആളുകൾക്ക്, ഉസ്താദന്മാർക്കടക്കമുള്ള കുറേ ആളുകൾക്ക് ഞാൻ ഖിറാഅത്തിന്റെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ ഫാത്തിഹ ഞാൻ എല്ലാവരെയും ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഫാത്തിഹ എങ്ങനെയാണ് ഫാത്തിഹ ഓതേണ്ടത്, എന്താണ് ഫാത്തിഹയിലുള്ള അബദ്ധം, എവിടെയാണ് അപകടം, അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ പിന്നെ ആളുകൾക്ക് വളരെയേറെ താല്പര്യങ്ങൾ വന്നു. അങ്ങനെ പലരും എന്ത് പറഞ്ഞു, എന്നോട് ഒരു ഇരിപ്പിടം കണ്ടെത്തണം, ഞങ്ങളൊക്കെ അങ്ങോട്ട് വന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇരിപ്പിടത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ വലിയ ചില ചരിത്രങ്ങളും കറാമത്തുകളും ഇത് സംഭവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അവിടെ മനസ്സിലാക്കുമ്പോഴേക്ക് എനിക്കാണ് തോന്നുമ്പോഴേക്കും എനിക്ക് സ്ഥാപനം ഉണ്ടാക്കാനോ ആളുകളെ പിടിക്കാനോ ആളുകളെ വരുത്താനോ എനിക്ക് കഴിയില്ലല്ലോ. അതിനൊക്കെ ഓരോരോ സബബുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങളിൽ ഏറ്റവും, അതായത് മുഅ്ജിസത്ത്, പ്രവാചകന്മാരിൽ നിന്നുണ്ടായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ആ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ ഖുർആൻ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അപ്പം ആ ഉസ്താദ് ഇപ്പൊ പറഞ്ഞതിൽ തന്നെ പല കാര്യങ്ങളും ഉസ്താദിന് പരിശുദ്ധ ഖുർആന്റെ വാഹകരായതിന്റെ പേരിൽ അല്ലാഹു തആല ആ ഖുർആൻ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുമെന്നും ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാപ്പ സ്വപ്നത്തിലൂടെ വന്ന് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും, അതേപോലെ ഓരോ ചലനങ്ങളും ഖുർആനെ മുറുകെ പിടിച്ചാൽ കാരണം നാളെ ഖബറിൽ ചെന്നാൽ പോലും നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ ഇമാമി എന്ന് പറയേണ്ടവരാണ് നമ്മളെല്ലാം. അപ്പൊ അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ പ്രഥമമായ ഘടകം എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണ ശാസ്ത്രം പഠിക്കലാണ്. അൽഹംദുലില്ലാഹ് ഉസ്താദ് അതിലേക്ക് ഒരുപാട് മുന്നിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദെ, പിന്നെ ഈ പരിശുദ്ധ ഖുർആന്റെ ഇതിന് എത്രത്തോളം ബ്രാഞ്ചുകൾ നമ്മളിപ്പോൾ ഇതിനാക്കിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിന്? 76 ബ്രാഞ്ച് ഇപ്പോൾ നിലവിലുണ്ട്. കേവലം 2500ഓളം പഠിതാക്കളും ഇന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഫാത്തിഹയും ഖുർആനും പഠിച്ചാൽ അവരൊക്കെ കുറെ ഖുർആന്റെ വാഹകരായി മാറും. അതായത് ആ ക്ലാസ്സുകളിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 20 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആണും പെണ്ണും ഉണ്ട്. അപ്പം ഇവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്, നമുക്കൊന്ന് പഠിക്കണം, അറിയണം, തെറ്റുകൾ തിരുത്തണം. എന്നിട്ട് എൻ്റെ ഫാത്തിഹയിൽ എത്ര തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ആയത്തുൽ കുർസിയിൽ ഇങ്ങനെയൊക്കെ തെറ്റുണ്ടായിരുന്നു. ഒരു ഫാത്തിഹയിൽ നമ്മളറിയാത്ത ചില ഒളിഞ്ഞു കിടക്കുന്ന അബദ്ധങ്ങളുണ്ട്. ഒരു 5ഉം 6ഉം തെറ്റുകൾ പലർക്കും സംഭവിക്കുന്നുണ്ട്. ഒരു ഇഖ്ലാസിൽ 5 തെറ്റുകൾ പലർക്കും സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഫലക്കിലും നാസിലും അങ്ങനെ തന്നെയുണ്ട്. ശ്രദ്ധിക്കാതെ ഒരാൾ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അതിൽ 7 തെറ്റ് സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കാതെ ഒരാൾ ഒരു യാസീൻ ഓതിയാൽ 35ഓളം തെറ്റ് അതിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ആർക്കാണെന്നൊക്കെ അറിയാം. ഉദാഹരണം നമ്മളിപ്പോൾ ഞാൻ സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം, നമ്മളിപ്പോൾ സാധാരണ സദസ്സുകളിലും അല്ലെങ്കിൽ നമ്മൾ മരണ ശേഷമൊക്കെ ആയിട്ട് നമ്മൾ യാസീൻ ഓതുന്നവരാണ്.
അപ്പൊ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്നൊരാൾ ഓതിയാൽ അതിൽ 3 തെറ്റ് സംഭവിച്ചു. അതായത് യാ എന്ന് ഒരലിഫിൽ കൂടുതൽ നീളാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളതിനെ പറ്റി പഠിച്ചിട്ടുമില്ല, മനസ്സിലാക്കുന്നുമില്ല. അപ്പോൾ യാ സി, അപ്പോൾ യാസീൻ എന്ന് പറഞ്ഞിടത്ത് സീൻ സിദ്ധ് വന്നിട്ടില്ല. യാസീൻ യാസീൻ ഇത്രയേ ഉള്ളൂ. അതാണ് യാസീൻ വൽ ഖുർആനി, വാവിന് ശ്രദ്ധേയില്ല. അപ്പോൾ അവിടെ നമ്മൾ വൽ ഖുർആൻ എന്ന് ഓതുമ്പോൾ അവരുടെ ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കുകയാണ്. അള്ളാന്റെ കലാമിലാണ് നമ്മളൊരു ഹർക്കത്തിൻ്റെ ഒരു അക്ഷരത്തെ കൂട്ടുക എന്ന് പറയുന്നത്. അപ്പം വൽ ഖുർആനി യാസീൻ വൽ ഖുർആനി എന്ന് പറയുമ്പം അവിടെ ശ്രദ്ധ വന്നു. അതുപോലെ ഖുർആൻ അതുപോലത്തെ മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഈ 2 സ്ഥലത്തും ഖുർആൻ തന്നെ പറഞ്ഞതാണ് അവിടെ അങ്ങനെ ഓതരുതേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? യാസീൻ വഖഫ് ചെയ്യുക, എന്നിട്ട് വൽ ഖുർആനിൽ ഹകീം എന്ന് ഓതിയാൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ മറിച്ച് ഇത് ചിന്തിക്കാതെ നമ്മൾ ഓതിയാലോ ആദ്യം തന്നെ 3 അബദ്ധം ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷെ ആർക്കറിയും? ശരിയല്ലേ? അപ്പോൾ ഈ ഫാത്തിഹയിലൊക്കെ ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന അബദ്ധങ്ങളൊക്കെ ഉള്ളത്, പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുകയാണെങ്കിൽ